ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ എന്റെ വീട്ടിലായിരുന്നു കണ്ണൂര്, അന്ന് ഓണപരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ആലപ്പുഴ ജില്ലയിലാണ്, നമ്മുടെ വീണാച്ചിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വീട്ടിലെ വിശേഷങ്ങളും കാര്യമൊക്കെ വീണാച്ചി നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതാണ് നമ്മുടെ വീണാച്ചിയുടെ വീട്. ആലപ്പുഴ ജില്ലയിലാണ്, നൂർനാട്, എടപ്പോൺ ആ ഒരു ഏരിയയിലാണ് വീട് വരുന്നത്. നമുക്കിനി അകത്തെ കാഴ്ചകളിലേക്ക് പോവാം. പറയൂ വീണാച്ചി, എന്താണ് ഇന്ന് എന്താണ് വിശേഷങ്ങൾ? സുഖല്ലേ? വീടിന്റെ അകത്തേറി ആദ്യം കാണാൻ പോകുന്നത് ഈ ഒരു അലങ്കാരപ്പണിയാണ്. ഇത് വീടിന്റെ കല്യാണത്തിന് ചെയ്ത അലങ്കാരപ്പണിയാണ്. പ്ലാസ്റ്റിക് പൂക്കളാണ് ശരിക്ക്. ഇതൊക്കെ കഷ്ടപ്പെട്ട് പണിത രണ്ട് കരങ്ങൾ കുറച്ചു കഴിഞ്ഞിട്ട് ഇവിടെ എത്തും. അമ്മേ, എന്ത് പറയുന്നു? സുഖമല്ലേ? സുഖമല്ലേ എന്ന്. അമ്മയ്ക്ക് കണ്ണ് കാണാൻ വേണ്ടി പറ്റില്ല, പക്ഷെ നന്നായിട്ട് കാത് കേൾക്കാം. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. പേര് ഉഷ. കോട്ടി കരിച്ച് ഇരുട്ടോട്ട് കൊണ്ടിട്ട് പുതിയൊരു മെഴുക്ക് വരട്ടി അമ്മ ഉണ്ടാക്കുവാണ്. പറ, കിച്ചണിനെ പരിചയപ്പെടുത്തു. കിച്ചണിനെ ഒന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ വല്ലതും ഉണ്ടോ നോക്കാം. ഒന്നും ഉണ്ടാവില്ല. തേങ്ങ പൊട്ടിച്ചു വെച്ചു, പാല് വെള്ളം മാത്രമേ ഉള്ളൂ. തിന്നാനൊന്നുമില്ല അല്ലേ? ഒരു പണിയെടുക്കാതെ അമ്മയെ സഹായിക്കാൻ, തിന്ന് മാത്രം സഹായിക്കുന്ന ഒരേ ഒരു മോള്. ഞാൻ രാവിലെ കടലക്കറി വെച്ചത്. ഓ, പിന്നെ കടലക്കറി വെച്ചത് ആർക്കറിയോ? ഞങ്ങൾ ആരും ഇവിടെ കേറാത്തോണ്ട് മാത്രം പറയോ? അമ്മയോട് തന്നെ ചോദിക്കേണ്ടി വരും. രാവിലെ ഇന്ന് കടലക്കറി വെച്ചത് അത് ചെയ്യണം. അതൊക്കെ പോയി. പിന്നെ കട്ട് ചെയ്തെടുത്തില്ലേ? വേണ്ട, മുടി കട്ട് ചെയ്യണ്ട, മുടി കളയല്ലേ. ചുട്ടി കൂട്ടി വെച്ച് എന്താ കുമ്പ് കെട്ടിട്ട്. ഇതെന്താ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്? എനിക്ക് ആശയിച്ച് തന്നതാ. സരസ്വതി ദേവിയാണല്ലോ. ഇത് മറ്റേ വണ്ടിയുടെ അകത്ത് ഇങ്ങനെ വെക്കാൻ പറ്റിയ സാധനം അല്ലേ? എല്ലായിടത്തും വെക്കാം. ആണോ? ഇത് എന്തിന്റെ ഇതേ തന്നതാ? ബൊമ്മക്കുരു. ബൊമ്മക്കുരുവോ? നവരാത്രിക്ക് ഒരു ബൊമ്മകളെ വെക്കും പൂജയ്ക്ക്. ആണോ? അവിടെ സ്ത്രീകൾക്കാണ് പ്രധാനം. ആണോ? ഓ, അവർക്ക് എല്ലാരും ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്തോണ്ടിരിക്കും അവിടെ വന്ന എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കും ഇതുപോലെ. വള, പൊട്ട്, ചീപ്പ്, കണ്ണാടി, ഡ്രസ് ഇതൊക്കെ കൊടുക്കും. അപ്പൊ എനിക്ക് ചെന്നപ്പോ കിട്ടിയായിരുന്നു. ഗണപതി ഉണ്ട്. ഗണപതിനെ കണ്ടില്ല? ഗണപതി ഉണ്ട്, സരസ്വതി ഉണ്ട്. അയ്യോ, ചാടി കേറി ഒന്നും എടുക്കരുത്. അവിടെ താഴെ വീഴല്ലേ? ഒറ്റ സ്റ്റാൻഡിലേ ഉള്ളൂ. വേറെ താഴെ വീണ പണി ഉണ്ടാക്കല്ലേ. ഇവിടെ മറ്റൊരു അതിഥിയാണ്. നമ്മുടെ ആട് മേരി എന്നാണ് പേര്. ആട് സത്യം പറഞ്ഞാൽ പ്രഗ്നന്റ് ആണ്. ഞാനത് ശല്യപ്പെടുത്തുന്നില്ല, ആൾക്കത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കണ്ടോ മേരിക്കുട്ടി? വാവ്. എന്റെ അടുത്ത് നില മൊത്തം കൊണ്ടുപോയി. ആ പടി ഇത് മാത്രമേ ഉള്ളൂ എന്റെ കയ്യില്. അയ്യോ, രക്ഷപ്പെടുത്ത. ഓ, വണ്ടി കുടുങ്ങി. ഞാൻ അപ്പഴേ പറഞ്ഞ കേറണ്ട കേറണ്ട കേറണ്ട. അവിടെ മേലെ കയറിയിരുന്ന് രക്ഷിക്കും. വണ്ടി ഓടിക്കായിരുന്നല്ലേ? ഇറങ്ങണല്ലേ? പിന്നെ ഇറങ്ങാതെ തന്നെ ഇങ്ങനെ വണ്ടി നടക്കുന്നേ. മറ്റേ ഇങ്ങനെ കറങ്ങി വരും. കറങ്ങി വരും. വണ്ടി കയറാൻ പഠിക്കണം. വണ്ടി ഒരു തവണ സൈക്കിൾ അറിയില്ലെന്ന് പറഞ്ഞിട്ട് സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു, ഓടിച്ചു. എന്നിട്ട് സ്കൂട്ടറിലേക്ക് പോവാന്ന് പറഞ്ഞു. ഇലക്ട്രിക് സ്കൂട്ടർ അവിടെ ഉണ്ടായിരുന്നു എറണാകുളത്ത്. അപ്പൊ അത് ഓടിക്കാന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ ആൾക്ക് പിന്നെ മടിയായി, പേടിയായി. ഇത് ഇത്രക്കാലം പഠിക്കാൻ നിൽക്കണം. ഇത് എന്റെ വണ്ടിയല്ല, വേറെ ആളുടെ വണ്ടിയാണ്. എന്റെ വണ്ടി സ്പ്ലെൻഡർ. സ്പ്ലെൻഡർ പഠിക്കാം, അത് കുഴപ്പമില്ല. ഓക്കെ, എന്റെ വണ്ടി സർവീസ്, മിനി സർവീസ് നമ്മൾ ചെയ്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ എന്താ പറയാ, നമ്മുടെ കാർബറേറ്റർ, അതുപോലെ തന്നെ ഫിൽറ്റർ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും ചെയിൻ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യണം. പിന്നെ അതിന്റെ കുറച്ച് പരിപാടികൾ ചെയ്തു തീർക്കാനുണ്ട്. പിന്നെ തേങ്ങ വീണിട്ട് ഈ ഗ്ലാസിന്റെ ഇത് സ്പീഡോമീറ്റർ അതിന്റെ അത് പൊട്ടിയിരിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ഒന്ന് ചെയ്യണം. പിന്നെ കേബിൾസ് ഒക്കെ, ബ്രേക്ക് കേബിളും അതുപോലെ തന്നെ ക്ലച്ച് കേബിളൊക്കെ പോയി കിടക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇതെന്റെ കൂട്ടുകാരന്റെ വണ്ടിയാണ്, ജസ്റ്റ് എന്നാണ് പേര്. അദ്ദേഹം കാസർഗോഡാണുള്ളത്. തൽക്കാലത്തേക്ക് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി ഇതാണ്. ഓക്കെ, പോ.
എന്നാ പോവാം. കണ്ണാടി വെക്കും. കണ്ണാടി കണ്ണാണെന്നില്ല അല്ലേ? ഇന്ന് പിടി ഇത് പിടി. ഓക്കെ. നീ ഇനി വണ്ടി എടുത്ത് മെയ് 25, 2024, അതായത് ഈ വർഷമായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഇപ്പൊ ഏകദേശം 4 മാസത്തോളായി കല്യാണം കഴിഞ്ഞിട്ട്. ഇതാണ് ആ ഒരു അമ്പലം, നൂറിനാട് പരബ്രഹ്മ ക്ഷേത്രമാണിത്. ഇവിടെ വലിയൊരു ഉത്സവം നടക്കാറുണ്ട്. ശിവരാത്രിക്ക് അന്നാണ് ഉത്സവം നടക്കാറ്. ഇവിടെ ഏരിയയിലുള്ള ആൾക്കാർ ചേർന്ന് നടന്ന ഉത്സവമാണല്ലേ? ഓക്കെ, അത്രയും വലിയൊരു ഉത്സവമാണ്. നന്ദികേശന്റെ രഥം ആൾക്കാർ വലിച്ചുകൊണ്ട് വരും. അപ്പൊ അത് ഈ അമ്പലത്തിൽ വെച്ചാണ് നടക്കാറ്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വലിയ വിശ്വാസമാണ് ഈ അമ്പലത്തെ കുറിച്ചൊക്കെ. കായലുണ്ടെന്ന് പറഞ്ഞു. ഞാനും വീണിയും ഈ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നപ്പോൾ കുറച്ച് ആൾക്കാർ ഓഡിറ്റോറിയത്തിന് സൈഡിൽ പോകുന്ന കണ്ടു. അവിടെ ഇന്ന് കഞ്ഞി ഉണ്ടെന്ന് കേട്ടു. എനിക്കൊന്ന് ഈ അമ്പലത്തിന് എന്തെങ്കിലും ആചാരം അല്ലെ ആ രീതിയിലായിരിക്കും കഞ്ഞി ഉണ്ടാവുന്നത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ആ കാര്യം കൂടെ ചോദിച്ചിട്ട് വരാം. പറ്റുവാണെങ്കിൽ ഒരു കഞ്ഞിയും കുടിക്കാം. വർഷം തോറും ഇവിടെ നടന്നു വരുന്ന ആചാരങ്ങളാണ്. എല്ലാ മാസത്തിൽ ശനിയാഴ്ചകളിൽ കഞ്ഞിയും, എല്ലാ മലയാള മാസം 1-ാം തീയതി കഞ്ഞിയും. ഇതെങ്ങനെ ഇവിടെ കഞ്ഞിയിൽ എത്തിക്കുന്നത് എങ്ങനെ? ആരാണ് സമിതി? ഒരേ ആൾക്കാർ ഇവിടെ വഴിപാടായിട്ട് നടത്തുന്നവരുണ്ട്. സമിതിയുടെ പേരിലുമുണ്ട്. മലയാള മാസം 1-ാം തീയതി എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസങ്ങളിൽ കൊടുക്കപ്പെടുന്ന അത് ഈ അമ്പലമായിട്ട് എന്തെങ്കിലും അമ്പലമായിട്ട് ബന്ധമുള്ള അത് എന്തുകൊണ്ടാണ്? എന്താ ആചാരം അല്ലെ? അത് ഇവിടുത്തെ ഓച്ചറപ്പറമ്പലത്ത് ഇതുപോലാണല്ലോ. എല്ലാം അവിടെ ഡെയിലി കഞ്ഞിയുള്ളതല്ലേ. ഇവിടെ ശനിയാഴ്ചകളിൽ കഞ്ഞി, മലയാള മാസം 1-ാം തീയതി കഞ്ഞി. അത് ഭരണസമിതിയുടെ ഏർപ്പാടിലാണ്. പിന്നെ ഈ വഴിപാടായിട്ട് നടത്തുന്നവരുണ്ട്. അത്